മരവിപ്പിച്ചതിന് പിന്നാലെ എക്സിൽ പുതിയ അക്കൗണ്ടുമായി കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ഈസ് ബാക്ക് എന്നാണ് പുതിയ അക്കൗണ്ടിന്റെ പേര്. ഇല്ലാതാക്കാമെന്ന് കരുതിയോ എന്ന ചോദ്യത്തോടെയാണ് അക്കൗണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ BJPയെ മറികടന്നിരുന്നു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഹാക്ക് ചെയ്യാൻ ശ്രമമുണ്ടെന്ന് CJP സ്ഥാപകൻ അജിത് ദീപ്കെ പറഞ്ഞു. हेलो एवरीबॉडी, जिसका डर था वही हुआ। पहले इन लोगों ने हमारा अकाउंट हैक करने को ट्राई करा। जब इनसे हैक नहीं हुआ तो अब इन्होंने हमारा ट्विटर हैंडल इंडिया में बंद कर दिया है, बैन कर दिया है। अब सभी लोग देख सकते हैं ट्विटर पर जाकर कि हमारा कॉकरोच जनता पार्टी का ऑफिशियल ट्विटर हैंडल अभी इंडिया में नहीं दिख रहा है किसी को भी। तो मैं चाहता हूँ आप लोग सब आवाज़ उठाए और आप लोग पूछे ये अकाउंट हैंडल क्यों बैन किया गया, इससे ऐसा क्या लिखा था। हमने तो कोई गलत चीज़ नहीं लिखी थी, हम तो खाली रेजिग्नेशन मांग रहे थे मिनिस्टर का। वो स्टूडेंट ने सुसाइड की तो उसके बदले हम कुछ अकाउंटेबिलिटी चाहते थे और बदले में इन्होंने हमारा अकाउंट डीएक्टिवेट कर दिया। तो ये कहाँ की डेमोक्रेसी है? आप सभी ये सवाल पूछो। PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അരവിന്ദ്, ആര് എങ്ങനെ തടഞ്ഞാലും ഞങ്ങൾ തിരിച്ചു വരും, ഈ ഫോളോവേഴ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഈ കോക്രോച്ച് പാർട്ടിക്കുണ്ടല്ലോ. അതിന് വലിയ പിന്തുണയാണ് കഴിഞ്ഞ 4 ദിവസമായി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് അവരുടെ എക്സ് അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മരവിപ്പിക്കൽ നടപടി ഉണ്ടായെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1 കോടിയിലധികം ഫോളോവേഴ്സാണ് കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ലഭിച്ചത്. ഈ എക്സ് അക്കൗണ്ടിൽ ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ലഭിച്ചിരുന്നു. BJPയുടെ കണക്കുകൾ നോക്കിയാൽ BJPക്ക് ഇൻസ്റ്റാഗ്രാമിൽ 80 ലക്ഷം ഫോളോവേഴ്സാണുള്ളത്. 4 ദിവസം കൊണ്ട് തങ്ങൾ ഇത് മറികടന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് വിലക്ക് നേരിടേണ്ടി വന്ന ഒരു വിമർശനം അടക്കം ഈ സംഘാടകരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സ്ഥാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും എക്സ് അക്കൗണ്ടിന് പോയതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് അഭിജിത് ദീപ്കെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം തങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും തങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്നും അഭിജിത് ദീപ്കെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് ചാനൽ പോയതിന് പിന്നാലെ പുതിയ അക്കൗണ്ട് അവർ രൂപീകരിച്ചിട്ടുണ്ട്. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിലാണ് പുതിയ എക്സ് അക്കൗണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 20,000 കടന്ന ഫോളോവേഴ്സിന്റെ എണ്ണം മുന്നോട്ട് പോകുന്നു. വലിയ ജനപിന്തുണ തന്നെയാണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്തതിന് പുറമെ ഗൗരവമായ വിഷയത്തിലടക്കം ഈ കൂട്ടായ്മ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ രാഷ്ട്രീയ പ്രതിനിധികളും ജനപ്രതിനിധികളും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ മാറിയാൽ 20 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ റിട്ടയർ ആവുന്ന ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ പദവികൾ നൽകാൻ പാടില്ല. അങ്ങനെ നിരവധി രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന വേളയായിരുന്നു. ആ വേളയിലാണ് എക്സ് അക്കൗണ്ടിന് നേരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം എന്നൊരു ആഹ്വാനം കൂടി ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ചീഫ് ജസ്റ്റിന്റെ ഒരു പരാമർശത്തിന് പിന്നാലെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ വലിയ ജനപിന്തുണ. കാരണം ഒരു തമാശ രൂപീകരിച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ ഒരു സംഗതിക്ക് അതിന് കോടിക്കണക്കിന് ആളുകളാണ് വലിയ പിന്തുണ നൽകിയിരിക്കുന്നത്. എന്തായാലും തങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു തരത്തിലും അനുവദിക്കില്ല. തങ്ങൾ മുന്നോട്ട് തന്നെ എന്തായാലും ആ ആശയങ്ങൾ ഒരു തമാശയല്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതുകൊണ്ടാണ് ഈ കോടി ഫോളോവേഴ്സൊക്കെ എന്തായാലും CJPക്ക് കിട്ടുന്നത് എന്നത് ഉറപ്പാണ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.